കേരളത്തിൽ 1970കളിലും 80കളിലൊക്കെ വലിയ ഒരു ചർച്ച നടന്നിരുന്നു. ആ ചർച്ച നടന്നത് യുക്തിവാദികളും കമ്മ്യൂണിസ്റ്റുകളും തമ്മിലായിരുന്നു. എന്താ ചർച്ച? നമുക്കറിയാം, കമ്മ്യൂണിസത്തിന്റെയും യുക്തിവാദത്തിന്റെ ഒക്കെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവനിഷേധം തന്നെയാണ്. അപ്പൊ ദൈവം ഉണ്ടോ ഇല്ലേ എന്നുള്ള ചർച്ചയൊന്നല്ല അവർ തമ്മിൽ നടന്നത്. മറിച്ച് കമ്മ്യൂണിസ്റ്റുകൾ യുക്തിവാദികളോട് പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങളിങ്ങനെ എപ്പോഴും ദൈവമില്ല 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 എന്ന് പറഞ്ഞു നടന്നുകൊണ്ട് ഒരു കാര്യമില്ല. അല്ലെ, യുക്തിവാദികളുടെ പ്രധാന പണി അതാണല്ലോ, ദൈവമില്ല എന്നിങ്ങനെ ലേഖനം എഴുതുക, പ്രസംഗിക്കുക, സംവാദങ്ങൾ നടത്തുക. അതുകൊണ്ടൊരു കാര്യമില്ല. അത് എത്ര കാലം ചെയ്തിട്ടും നിങ്ങൾക്ക് കാര്യമായ ഒരു എഫക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. അല്ലേ, നമുക്ക് കേരളത്തിലെ ചരിത്രം മാത്രം പരിശോധിച്ച് നോക്കിയാൽ മഹാനായ ഡോക്ടർ ഉസ്മാൻ സാഹിബിനെ പോലെയുള്ള മുമ്പ് നിരീശ്വരവാദിയായിരുന്ന പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകൾ അവർ നടത്തിയ തൂലിക സംവാദങ്ങൾ ഇന്നും നമുക്ക് വായിക്കാൻ കിട്ടും. അത്തരം സംവാദങ്ങൾ, അതുപോലെ തന്നെ സ്റ്റേജ് സംവാദങ്ങളൊക്കെ കേരളത്തിൽ നടന്നു. ആ സംവാദങ്ങളിലൊക്കെ സംഭവിക്കുന്നത് എന്താ? ഈ നിരീശ്വരവാദത്തിന്റെ യുക്തിരാഹിത്യം കൂടുതൽ ബോധ്യപ്പെടുക എന്നുള്ളത് മാത്രമാണ് സംഭവിക്കുന്നത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകൾ അന്ന് പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, യുക്തിവാദികൾ ഇങ്ങനെ ദൈവമില്ല ദൈവമില്ല എന്ന് പറഞ്ഞു നടന്നുകൊണ്ട് ഒരു കാര്യമില്ല, മറിച്ച് നമ്മൾ ഇതിന്റെ രീതി ഒന്ന് മാറ്റണം, ഈ പ്രവർത്തനത്തിന്റെ രീതി ഒന്ന് മാറ്റണം എന്ന് പറഞ്ഞു വളരെ കൃത്യമായി ഞാൻ കോട്ട് ചെയ്യാണ്. EMS നമ്പൂതിരിപ്പാടിനെ അറിയാത്തവരുണ്ടാകില്ല. അദ്ദേഹത്തിന്റെ മതം ശാസ്ത്രം മനുഷ്യൻ എന്ന ചിന്ത പബ്ലിക്കേഷൻ പുറത്തിറക്കിയ പുസ്തകത്തിന്റെ 51ാമത്തെ പേജിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള പ്രവൃത്തിയല്ല നമുക്ക് ആവശ്യം, മറിച്ച് മതത്തിന്റെ സാമൂഹിക വേരുകൾ തകർത്തെറിയുക എന്നതായിരിക്കണം നമ്മുടെ പ്രവർത്തനത്തിന്റെ ഉദ്ദേശ്യം. ഇത് കൃത്യമായിട്ട് എല്ലാവരും മനസ്സിലാക്കണം. ഇതാണ് ഇന്നത്തെ സംസാരത്തിന്റെ ക്രക്സ്. എന്താ പറഞ്ഞത്? ഏതെങ്കിലും പാർട്ടിയെക്കുറിച്ചോ രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ചല്ല പറയുന്നത്. എന്താണ് നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നും എങ്ങനെയാണ് ഈ സംഭവം, ഈ ചിന്തകൾ, മതരാഹിത്യമടക്കമുള്ള കാര്യങ്ങൾ നമ്മുടെ തലച്ചോറിലേക്ക്, നമ്മുടെ യുവതലമുറയിലേക്ക് കടന്നു വരുന്നതിന്റെ വഴി ഏതാണ് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. EMS പറഞ്ഞ വാചകം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. മതത്തിന്റെ സാമൂഹിക വേരുകൾ തകർത്തെറിയുക എന്നതായിരിക്കണം നമ്മുടെ പ്രവർത്തനത്തിന്റെ ഉദ്ദേശ്യം. എന്താ സംഭവം? വളരെ പച്ചക്ക് പറഞ്ഞാൽ, നേരിട്ട് നിരീശ്വരവാദം പറഞ്ഞതുകൊണ്ട് ഒരു കാര്യമില്ല. അത് പറഞ്ഞാൽ ദൈവമില്ലെന്ന് അവരോട് പറഞ്ഞ് സംവദിക്കാൻ പോയാൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധ്യമല്ല. ആളുകൾ കൂടുതൽ ദൈവവിശ്വാസികളാവുകയല്ലാതെ പിന്നെ എന്ത് ചെയ്യണം? മതത്തിൽ വിശ്വസിക്കാൻ മനുഷ്യർക്കുള്ള ചില സാമൂഹികമായ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളെ ഇല്ലാതാക്കാനുള്ള പണിയാണ് നമ്മൾ എടുക്കേണ്ടത്.